സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ആയിട്ട് വരാനുള്ള പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ഈ 2 ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടൊരു വാർത്തയാണ്. നെടുമ്പാശ്ശേരിയിൽ ഐവിൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ, അതായത് 24 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പയ്യനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ 2 CISF ഉദ്യോഗസ്ഥരുടെ തന്തയില്ലായ്മ. അവർ വഴി കൊടുത്തില്ല, അല്ലെങ്കിൽ വഴിയിൽ വാഹനം വിട്ടു എന്നുള്ളതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വഴിയിൽ കൂടി പോകുന്ന സമയത്ത് അവരുടെ മാർഗ്ഗതടസ്സം സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പരസ്പരം തർക്കമുണ്ടാവുകയും അതിനുശേഷം ആ തർക്കത്തിൽ കൂടി അത് മരണത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് കലാശിക്കുകയും ചെയ്തൊരു വിഷയം. ആ വിഷയം കേവലം ചെറിയൊരു വിഷയമൊന്നുമല്ല. അവനെ അതിമൃഗീയമായിട്ടാണ് ഈ പറയുന്ന CISF ഉദ്യോഗസ്ഥർ കൊന്നുകളഞ്ഞത്. അതും വാഹനത്തിന്റെ ബോണറ്റിൽ ഇട്ടുകൊണ്ട് അവനെ വലിച്ചിഴച്ചുകൊണ്ട് കുറേ അധികം ദൂരം പോയി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പിന്നീട് നാട്ടുകാരുടെ പിടിയിലാവുകയാണ് ചെയ്തത്. അപ്പോൾ അതേസമയം തന്നെ ഈ ഐവിൻ പകർത്തിയൊരു വീഡിയോ ഉണ്ട്. ഈ തർക്കമുണ്ടാകുന്ന സമയത്ത് തന്നെ ഐവിൻ വീഡിയോ പകർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ പോലീസുകാർക്ക് ലഭിച്ചു. പിന്നെ CCTV ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായ ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത്. അപ്പോൾ ആദ്യം ഈ ഐവിൻ പകർത്തിയ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. വാഹനം ഓവർടേക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ യുവാവിനെ കാറിടിച്ചു കൊന്നു. അങ്കമാലി സ്വദേശിയായ ഐവിൻ ജിജോയാണ് മരിച്ചത്. പ്രതികളായ CISF SI വിനയ് കുമാർ ദാസ്, കോൺസ്റ്റബിളായ മോഹൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരെയും CISF സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കാറിടിച്ച ശേഷം റോഡിലൂടെ വലിച്ചിഴച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. നാടിനെ നറുക്കിയ യുവാവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവവികാസങ്ങളുടെ തുടക്കം കഴിഞ്ഞ രാത്രി 9:45 കൂടിയായിരുന്നു. കൊല്ലപ്പെട്ട ഐവിനും അതോടൊപ്പം തന്നെ പ്രതിയാക്കപ്പെട്ട CISF ഉദ്യോഗസ്ഥരും തോമ്പ്രാനയിൽ കൂടി അങ്കമാലിയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു. രണ്ടുപേരും കാറിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ആദ്യം ഈ CISF ഉദ്യോഗസ്ഥരുടെ വാഹനം പോകുന്നു, അതിന് പിന്നാലെ ഐവിന്റെ കാറും കടന്നു വരുന്നു. ഇതിനിടയിൽ ഐവിൻ ഇവരുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്തു. ഇത് CISF ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ മോശമായി എന്തോ ആംഗ്യം കാണിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെ തുടർന്ന് ഐവിൻ ആ വണ്ടിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇതുപോലെ ഇവിടെ ഇങ്ങനെ നിർത്തി. ഇതിന് ശേഷമാണ് ഈ തർക്കം തുടങ്ങുന്നത്. പരസ്പരം സംസാരിക്കുന്നതൊക്കെ തന്നെ CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ ഡോർ തുറക്കുകയും അടക്കുകയും ശബ്ദം കേട്ടിട്ട് ഇറങ്ങി വരുമ്പോൾ ഇവർ ഈ 2 കാറുകാർ നമ്മൾ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഇതിനിടയിൽ ഐവിൻ ഒരു കാര്യം കൂടി ചെയ്തു. ഈ തർക്കത്തിന്റെ ദൃശ്യങ്ങൾ സ്വന്തം മൊബൈൽ ഫോണിൽ പകർത്തി. അതുമാത്രമല്ല, പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. AKG ഗ്രൗണ്ടിന് സമീപത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നു എന്നുള്ളതായിരുന്നു പോലീസുകാരെ അറിയിച്ചിരുന്നത്. ഈ വിഷയം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് CISF ഉദ്യോഗസ്ഥർ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. അപ്പോൾ അവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകേണ്ടിയിരുന്ന അവർ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വണ്ടി തിരിച്ച് റിവേഴ്സ് എടുത്തിട്ട് എതിർ ദിശയിൽ. കണ്ടില്ലേ, അവന്മാരുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നടുവിരൽ നമസ്കാരം കാണിച്ചതിന്റെ പേരിൽ ഐവിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇറങ്ങി ചോദ്യം ചെയ്തപ്പോൾ അവന്മാർ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ ആ പയ്യനെ ബോണറ്റിൽ ഇട്ടുകൊണ്ട് അധിക ദൂരം യാത്ര ചെയ്തു. അതും വെറും യാത്രയല്ല, അവനെ അതിമൃഗീയമായി റോഡിൽ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് കണ്ട ദൃക്സാക്ഷി പറയുന്നൊരു വാക്കുണ്ട്, അവനെ എടുത്തുകൊണ്ടൊരു സ്ട്രെച്ചറിൽ വെക്കാനോ അല്ലെങ്കിൽ അവനെ എടുക്കാനോ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു എന്ന്. അവൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗങ്ങളും അത് റോഡിൽ ഒരഞ്ഞു പോയിരുന്നു എന്നുള്ളത്. ആ ഒരു വാർത്ത കണ്ട അപ്പോൾ മുതൽ ഇപ്പോൾ വരെയും എൻ്റെ ശരീരം ഇങ്ങനെ വല്ലാണ്ടൊരു സിറ്റുവേഷനിലിരിക്കുകയാണ്. അത് കണ്ട നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സും അങ്ങനെ തന്നെ ആയിരിക്കും. ആ വാർത്ത ഒരു കണ്ണീരോടുകൂടി അല്ലാതെ അല്ലെങ്കിൽ ഒരു വിഷമത്തോടു കൂടി അല്ലാതെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അത് അവതരിപ്പിക്കുന്ന അവതാരകയോ അല്ലെങ്കിൽ ആ പറയുന്ന മീഡിയയിലുള്ള എല്ലാ ആളുകളും അത്രയും വിഷമത്തോടു കൂടി തന്നെയാണ് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നതും അവരവരുടെ അനുവാദത്തോടു കൂടി മാത്രമാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നതും. പ്രതികരണം അറിയേണ്ടത് കൊണ്ട് മാത്രം. അപ്പം നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഈ പറയുന്ന ദൃക്സാക്ഷി പറയുന്ന ഒരു കാര്യത്തെ പറ്റിയുള്ളത്. അതിനുശേഷം നമ്മുടെ ബാക്കി വീഡിയോയിലേക്ക് വരാം. ഒന്ന് തൊട്ടടുത്ത വീട് ഇവിടെ വന്നപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു. അപ്പോഴേക്കും പോലീസ് ഇവിടെ എത്തിയായിരുന്നു. അപ്പോൾ ആളെ നമുക്ക് ഒരു കാറിലോ ജീപ്പിലൊന്നും എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു അവസ്ഥയായിരുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ജീവനുണ്ടെങ്കിൽ നമുക്ക് ലെൻസിലൊക്കെ കുത്തിക്കറിക്കുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ അതിന് ആംബുലൻസ് വിളിച്ചു. ഒരു 5 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് വന്നു. ആംബുലൻസ് വന്ന് ഞാനും തൊട്ടടുത്തുള്ളൊരു പയ്യനും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോലീസും കൂടെ വന്നായിരുന്നു. മരിച്ച ആളെയാണ് ഞങ്ങൾ ആംബുലൻസ് കൊണ്ടുപോയത്. ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും പോലീസ് മറ്റേ CSF ജവാനെയും പോലീസ് ജീപ്പിൽ കൊണ്ടുവന്നു. ഞങ്ങൾ ആംബുലൻസിൽ നിന്ന് ഈ മരിച്ച ആളെ ഇറക്കുമ്പോൾ തന്നെ മലം വണ്ടിയിൽ കിടപ്പുണ്ടായിരുന്നു. മലം ഉണ്ടായിരുന്നു, കട്ടച്ചോര, മൂക്കിൽ നിന്ന് വായിന്ന് കട്ടച്ചോരയുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം ഒരു സംശയം തോന്നി. ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി കയറ്റി. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ ആൾ മരിച്ചു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കാണ് CSF ജവാനെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് അങ്ങനെ വേറെ പ്രശ്നമുള്ളതായിട്ടൊന്നും പറഞ്ഞില്ല. അതിനുശേഷം ഒരു തിരിച്ചങ്ങൾ വന്ന് ഈ വാഹനം എന്താണ് യഥാർത്ഥ സംഭവം അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വന്നപ്പോഴാണ് തോമർ റോഡിൽ AKG ഗ്രൗണ്ടിന് സമീപം മറ്റൊരു ആൾട്ടോ കാർ കിടപ്പുണ്ട്. അപ്പോൾ ഈ 2 കാറും തമ്മിൽ സൈഡ് കൊടുത്തപ്പോഴുണ്ടായ തർക്കം എന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത്. ഈ മരിച്ച പയ്യൻ തുറവൂർ സ്വദേശിയാണ്, ഇവിടെ കാസിനോയിൽ വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് LF ഹോസ്പിറ്റലിലെ അറിയപ്പെടുന്ന ഫിസിയോതെറാപ്പിസ്റ്റാണ്.
എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആളാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ഒരു നിരപരാധിയായിട്ടാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. CSF ഭടൻ കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോഴ്സിൻ്റെ ഒരു തിണ്ണമിടക്ക് കാണിച്ചായിട്ടാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത്. ഇതിനു മുമ്പ് തന്തയില്ലാത്തവൻ ചെയ്തത് കാരണം ആ കുടുംബത്തിന് നഷ്ടമായത് ആ കുടുംബത്തിൻ്റെ എല്ലാമായിരുന്ന ആ മകനാണ്. കൈ വളരുന്നോ കാൽ വളരുന്നോ നോക്കി ആ അമ്മയും അച്ഛനും വളർത്തിയിരുന്ന ആ മകനെ ഇവന്മാർ കൊന്നുകളഞ്ഞു. അതും ഓവർടേക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ. CISF ജവാനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തന്തയില്ലായ്മയും കാണിക്കാമെന്നുള്ള ഉറച്ച ധാർഷ്ട്യം അതാണ് ആ റോഡിൽ നമ്മൾ കണ്ടത്. ആ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മകനെ കൊന്നുകളഞ്ഞ എന്തിനാണ്? നിങ്ങൾക്ക് ദേഷ്യമുണ്ടായിരുന്നെങ്കിൽ കയ്യോ കാലോ തല്ലി ഒടിച്ച് വിടാമായിരുന്നില്ലേ? എന്നാലും എൻ്റെ മകനെ എന്തിനാണ് കൊന്നുകളഞ്ഞത്? ആ അമ്മയുടെ വിഷമത്തിൽ നമുക്കറിയാൻ സാധിക്കും ആ അമ്മ എന്തുമാത്രം നോക്കി വളർത്തി. ഏതൊരമ്മയാണെങ്കിലും മക്കളെ കൈ വളരുന്നോ കാൽ വളരുന്നോ നോക്കി അവർ വളർത്തുന്നതാണ്. ആ വളർത്തുന്ന മക്കളെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മരണപ്പെട്ട് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ ജീവിത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തങ്ങളുടെ മക്കളുടെ ജീവിതം, അല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ ജീവൻ പൊലിഞ്ഞു പോകുന്നത് മുന്നിൽ കാണേണ്ടി വരുന്ന അച്ഛൻ്റെയും അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം വിഷമകരവും എത്രത്തോളം ഭയാനകവുമാണെന്നുള്ളത് നമുക്കറിയാം. ആ അമ്മ വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു രാജ്യത്ത് എനിക്ക് ജീവിക്കാൻ തന്നെ പേടിയാണെന്ന്. അത് നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയോടും നമ്മുടെ നാട്ടിലെ തന്തയില്ലായ്മയോടുമുള്ള വിരൽ ചൂണ്ടലാണ്. ആ അമ്മ പറയുന്ന ഓരോ വാക്കുകളിലും നമുക്കറിയാം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പുറംതിരിഞ്ഞ് നിൽക്കുമെന്നുള്ളൊരു കാര്യം. CISF ജവാനല്ല ചെയ്തത്, അതുകൊണ്ട് അവനെ അത് സംരക്ഷിക്കാനും ആളുകൾ കാണും. അവനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ തന്തയ്ക്ക് മുൻപുണ്ടായവൻ ഇനി സമാധാനത്തോടുകൂടി ജീവിക്കാൻ പാടില്ല. ഇവൻ പുറത്തിറങ്ങിയാൽ ഇവനെ അതേ രീതിയിൽ ഇടിച്ച് കൊന്നുകളയണം, റോളിലിട്ട് അരച്ച് കൊന്നുകളയണം. ഈ പോക്കൃത്തരം കാണിക്കാൻ ഇവന് ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ധൈര്യം അവൻ എവിടുന്നോ കിട്ടുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. CISF ഉദ്യോഗസ്ഥനാണെന്നുള്ള ഒരു അഹങ്കാരം, വഴിയെ പോകുന്നവരെ എല്ലാം ഇടിച്ച് കൊന്നുകളയാമെന്നുള്ളൊരു അധാർഷ്ട്യം, അങ്ങനത്തെ ഒരു ചിന്താഗതിക്കും അങ്ങനത്തെ ഒരു ധൈര്യത്തിനും അങ്ങനത്തെ ഒരു പ്രവൃത്തിക്കുമാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മളിവിടെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത്. നിയമം നീതിന്യായ വ്യവസ്ഥകൾ നോക്കുകുത്തികളായി നിൽക്കരുത്. ഈ പരിപാടി ചെയ്തവന് തക്കതായ ശിക്ഷ കൊടുക്കണം, തൂക്ക് കയറാൻ കൊടുക്കണം. എന്തുകൊണ്ട് തൂക്ക് കയറ് കൊടുത്തുകൂടാ? സസ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടൊന്നും ഇവിടെ വലിയ കാര്യമൊന്നുമില്ല. അവൻ എന്തുകൊണ്ട് ഡിസ്മിസ് ചെയ്തില്ല? അവൻ ഈ പറയുന്ന പ്രവൃത്തി ചെയ്തിട്ടും നാളെ ഇവൻ്റെ 6 മാസം കഴിയുമ്പോൾ കേസ് കഴിയുമ്പോൾ ഇവന് ജോലിക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും അധപ്പതിച്ച സംവിധാനങ്ങളാണോ നമ്മുടെ നാട്ടിലുള്ളത്? കഷ്ടം തന്നെ. ആ വീട്ടിലെ ആ അമ്മയുടെ അവസ്ഥ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയിരിക്കുന്ന റിപ്പോർട്ടർ തന്നെ പറയുന്നുണ്ട്. അവരുടെ വാക്കുകൾ പറയുമ്പോൾ തന്നെ വിങ്ങലാണ്. എനിക്കത് റിപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ അമ്മയുടെയും അച്ഛൻ്റെയും പ്രതികരണങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങൾ അറിയണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ്, അവരുടെ പെർമിഷനോടുകൂടി മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതെന്ന്. അത് പറയുമ്പോൾ ആ അവതാരകയുടെ മനസ്സ് വിങ്ങുന്നുണ്ടെങ്കിൽ അത് കണ്ട കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും മനസ്സിൽ എത്രത്തോളം വിഷമം ഉണ്ടായിട്ടുണ്ടാവുന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് കണ്ട് എൻ്റെ മനസ്സ് പോലും ഇപ്പോഴും വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രവൃത്തിക്കെതിരെ നമ്മൾ ചോദ്യം ചെയ്തില്ലെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള CISF ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, ഐവിനെ പോലെയുള്ള കുട്ടികളും ഉണ്ടാവും. അവിടെ പൊലിഞ്ഞു പോകുന്നത് വെറും ഒരു കുട്ടിയല്ല, നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശങ്ങളാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത്. നമ്മൾ പല ന്യൂസുകളിലും കണ്ടാണ് പലരുടെയും ജീവിത സാഹചര്യങ്ങൾ മോശമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ പലരെയും അവരെ കൊന്നുകളയാനായിട്ട് ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ. അതും അവന്മാരെല്ലാം ഉയർന്ന ഒരു ജോലി ചെയ്യുന്നവന്മാരാണ്. ഈ പറയുന്ന ഐവിൻ എന്ന് പറയുന്ന പയ്യൻ കാസിനോയിൽ ജോലി ചെയ്യുന്ന, അവിടുത്തെ ക്യാബ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നവനാണ്. അവിടെ വണ്ടി ഓടിച്ചുകൊണ്ട് അച്ഛനും അമ്മയും പറയുന്നുണ്ട്, വണ്ടി ബൈക്കിൽ പോയാൽ പട്ടി വല്ലതും കുറുകെ ചാടിയാൽ എൻ്റെ മകൻ എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചുകൊണ്ട് അവനെ കാറിലെ വിടാറുള്ളൂ. അങ്ങനെ പോയ മകനെയാണ് ഇവന്മാർ ക്രൂരമായി കൊന്നുകളഞ്ഞത്. ആ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ എല്ലാ ആളുകളും പ്രതികരിക്കണം. ഞാൻ ഈ വീഡിയോ അധികം ഒന്നും കണ്ടില്ല, ഞാൻ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് അത്രയും വിഷമമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന് തക്കതായ ശിക്ഷ കിട്ടുന്നിടം വരെയും ഈ വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ ഞങ്ങൾ എല്ലാവരും പ്രതികരിക്കുന്നുണ്ടാവും. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് നീതി വാങ്ങി കൊടുക്കാനായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ തക്കതായ ശിക്ഷമാർക്ക് കിട്ടണം. അത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. വിഷമത്തോടെ അല്ലെ കണ്ണ് നിറഞ്ഞല്ലാതെ ആ വാർത്ത നമുക്ക് കാണാൻ സാധിക്കില്ല. ഞാനൊന്ന് പ്ലേ ചെയ്യാം. ദുഃഖകരമായ ഒരു അവസ്ഥയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരികയാണ്. നമ്മൾക്ക് നെഞ്ചുലയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ വീട്ടിലുള്ളത്. ഈ പ്രതികരണങ്ങൾ അനിവാര്യമായതുകൊണ്ട് മാത്രം ഇവരുടെ അനുവാദത്തോടു കൂടി നമ്മൾ ഈ വീടിനകത്തേക്ക് കയറുകയാണ്. ഐവിന്റെ അച്ഛനും അമ്മയുമാണ് നമുക്കിപ്പോൾ ഉള്ളത്. എങ്ങോട്ടാണ് ശരിക്കും മോൻ പോയത്? അവിടെ വരാൻ കാരണം എന്താ? മോൻ ജോലിക്ക് പോയതാണ്. മോൻ ക്യാപ്സിലാണ് വർക്ക് ചെയ്യുന്നത്. കാസിനോയുടെ എയർ ഫ്ലൈറ്റ് സർവീസ് നെടുമ്പാശ്ശേരിയിൽ അവിടേക്ക് പോയതാണ്. അവന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഇവിടുന്ന് ഒരു 9 കൂടിയാണ് പോയത്. അത് കഴിഞ്ഞിട്ട് രാത്രി 12:30 ആയപ്പോഴത്തേക്ക് എനിക്ക് നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു കോൾ വന്ന്, അത് വണ്ടിയുടെ നമ്പർ ചോദിച്ചാണ് കോൾ വന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു വണ്ടി വഴി സൈഡിൽ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞ് അവർ കട്ട് ചെയ്തു. വീണ്ടും ഞാൻ അവിടെ ക്യാബ്സിൽ അവന് കയറി കഴിഞ്ഞാൽ അവന് ഫോൺ നമ്പർ കിട്ടില്ല. അതുകൊണ്ട് അവരുടെ നമ്പറുണ്ട്. ആ നമ്പറിൽ ഞാൻ അവിടെ വിളിച്ചു. അവന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആദ്യം കട്ട് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ് അവൻ ഡ്യൂട്ടിയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്യൂട്ടിയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു തിരിച്ചു. മോൻ ഡ്യൂട്ടിയിൽ എത്തിയിട്ടില്ല, എന്താണെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സാറ് പറഞ്ഞ് ഞങ്ങൾ പട്രോളിങ്ങിന് പോയവർ കണ്ടതാണ്, ഞാൻ അവരോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഐവിനെ വിളിച്ചു. അപ്പോൾ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ലല്ലോ. ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ അവൻ്റെ ഫോൺ സൈലന്റ് കിട്ടത്തില്ല നമുക്ക്. അപ്പം ഞാൻ അവനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു.
അപ്പോഴും ഇവരൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 1:15 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാപ്സിൽ നിന്ന് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ് SI നെടുമ്പാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷനിലെ SI അവിടെ വന്നു. അവർ പറഞ്ഞ് ആരെങ്കിലും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഞാൻ വൈഫിനോട് വിളിച്ചായിരുന്നു. എനിക്കെന്തോ ഒരു അപാകത തോന്നി. അപ്പം ഞാൻ തന്നെ അളിയനെ വിളിച്ച അളിയനെ കിട്ടിയില്ല. അപ്പം ഞാൻ സാർ എവിടെ ജോലി ചെയ്യുന്നത്? ലിറ്റിൽ ഫ്ലവർ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ള എന്നെ എല്ലാവരും അറിയുന്നവർക്ക് മനസ്സിലായത് എൻ്റെ മോനെ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അമ്മയോട് പിഴ പറഞ്ഞു. എന്നെ 12 ഹസ്ബൻഡ് വിളിച്ചു, ഇങ്ങനെ അവനെന്തോ ആക്സിഡന്റ് പറ്റി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അപ്പോൾ അളിയനെ വിളിച്ചിട്ട് കിട്ടണില്ലെന്ന് പറഞ്ഞു. ഞാൻ തന്നെ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം കാപ്സിലേക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ തന്നെ പറഞ്ഞു. അവൻ എന്തോ വാക്കുതർക്കം ഉണ്ടായി, ഇച്ചിരി ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ലേറ്റ് ആവുകയാണെങ്കിൽ നീ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ജിജോനെ വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ബാബുജി, അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ ഒന്നും ഉണ്ടായി കാണില്ല എന്ന് പറഞ്ഞു. കാരണം ജിജോ തന്നെയാണ് പോണത്. എനിക്ക് പിന്നെ 12:45 ഇപ്പോൾ എങ്ങനെയാണ്ട് എന്നെ വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ LF വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ മോനാണ്, അവിടെയുള്ള ഫിസിയോതെറാപ്പിസ്റ്റിന്റെ മോനാന്ന് പറഞ്ഞു. ഇല്ല ഐവൻ ജിജോ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജിജോ വിളിച്ചിട്ട് പറഞ്ഞു നീ ആരെങ്കിലും വിളിച്ചോണ്ട് ഓടിപ്പോരെ, സീരിയസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് പാലായിന്ന് പോരുക ചെയ്തത്. എൻ്റെ കൊച്ചു പാവം എൻ്റെ മക്കളെ, കാരണം എൻ്റെ കൊച്ചു പുറത്തിറങ്ങി പഞ്ചപാവ. അവൻ ചിലപ്പോൾ എന്തെങ്കിലും വഴി സൈഡിൽ എന്തെങ്കിലും വണ്ടി സൈഡ് കൊടുക്കാതിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിനെ കൊല്ലേണ്ട കാര്യമില്ല. അന്ന് 10-24 വർഷം കാലാണോ കൈയാണോ വളർന്നതെന്ന് നോക്കി വെച്ചോണ്ടിരുന്നതാ. ഞങ്ങൾ കാറിനാ എൻ്റെ അവനെ ജോലിക്ക് വിട്ടുകൊണ്ടിരുന്നത്. ഏത് ബൈക്ക് രാത്രിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ വല്ല പട്ടി വട്ടം ചാടിക്കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും സംഭവിച്ചാലോന്ന് വിചാരിച്ച് ഞങ്ങൾ കാറിന് വിട്ടുകൊണ്ടിരുന്ന, അത്രയ്ക്ക് പോലും കെയർ ചെയ്തുകൊണ്ടിരുന്നതാ. എന്നിട്ട് ഈ കൊച്ചിന് എന്തെങ്കിലും പറഞ്ഞ് ഈ കാലോ കയ്യോ അവർക്ക് വേണമെങ്കിൽ തല്ലി ഓടിക്കായിരുന്നു, അല്ലാതെ എൻ്റെ കൊച്ചിനെ കൊല്ലേണ്ട കാര്യമില്ലായിരുന്നു. ഞങ്ങൾ രണ്ടും പാവങ്ങളാ, ഓരോ ഉപദ്രവം അറിഞ്ഞോണ്ട് ആരോടും ഞങ്ങൾ ചെയ്യണില്ല. ഞങ്ങൾ രണ്ടും മെഡിക്കൽ ഫീൽഡാ, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാന്ന് ഓരോരുത്തരുടെ മനസ്ഥിതി. അതറിഞ്ഞിട്ട് ചിന്തിക്കണോരാ. ഈ നാട്ടിൽ പോലെ എനിക്ക് നിൽക്കാൻ ആഗ്രഹമില്ല. അപ്പൊ എൻ്റെ മക്കൾ ഇനി ഒരു മോളുണ്ട്, ഇനി എന്താ ചെയ്യണേന്ന് അറിയില്ല. ഞാൻ പുറത്ത് പോയ ആളാ. ഇത്രയും നശിച്ച ഒരു നാടാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു. മക്കളെ പോലും ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു നാട്. എനിക്ക് വേറെ ഒന്നും പറയാനല്ല, ഓരോ അമ്മയുടെയും ദുഃഖമാ. ഇനിയുള്ള ആൾക്കാരും എങ്ങനെ ഇവിടെ ജീവിക്കും? പുതിയ തലമുറ എങ്ങനെ ഇത് കൊലവിളിയാണെങ്കിൽ സത്യം ഞാൻ പറയാം, ഞാൻ ഇപ്പോഴും കുറ്റബോധം തന്നെ ഉണ്ട്. പുറത്തേക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയെങ്കിൽ എൻ്റെ കൊച്ചു ഇപ്പൊ ജീവനോടെ ഇവിടെ ഇരുന്നേനെ. ഒരിക്കലും എൻ്റെ കൊച്ചു മരിച്ചു പോകില്ലായിരുന്നു. അപ്പോഴും നാടാണല്ലോ നല്ലതെന്ന് വിചാരിച്ച് ഞാൻ നിന്നതാ. എനിക്ക് ഏറ്റവും ദുഃഖമുള്ള കാര്യം നമ്മളെ സംരക്ഷണം നൽകേണ്ട CSFന്റെ ആൾക്കാർ തന്നെയാണ് ഇത്രയും ക്രൂവലായിട്ടുള്ള ഒരു സംഗതി ചെയ്തതെന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. അത് മാത്രമാണ്. കാരണം വേറെ ആരെങ്കിലും കള്ളു കുടിച്ചിട്ടോ അല്ലെങ്കിൽ കഞ്ചാവ് പിടിച്ചിട്ടോ ചെയ്തിരുന്നെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി അത്രയും സങ്കടം ഉണ്ടാവില്ലായിരുന്നു. ഇവർക്ക് എന്തായാലും അതിനുള്ള ശിക്ഷ. ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണുനീരിനും നമ്മുടെ സർക്കാരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും മറുപടി പറഞ്ഞേ തീരൂ, അല്ലെങ്കിൽ പറഞ്ഞേ മതിയാകൂ. ഇവന്മാരെ സംരക്ഷിക്കാനാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെങ്കിൽ നീ തീയാവുക എന്ന് പറയുന്നത് പോലെ നിങ്ങൾ തന്നെ നീതി കയ്യിലെടുക്കുക. അത് ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, പൊതുജനങ്ങളോട്. ഇവന്മാരെ ആ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ ആ നിമിഷം തന്നെ പോലീസിനെ വിളിച്ച് അറിയിക്കുന്നതിന് മുൻപ് തന്നെ കൈകാര്യം ചെയ്ത് കൊന്നുകളയണമായിരുന്നു. ആ കുഞ്ഞിന് നീതി കിട്ടണമെങ്കിൽ അത് തന്നെയാണ് വേണ്ടത്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അതിന് തക്കതായ ശിക്ഷ കൊടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ അച്ഛനും അമ്മയും എപ്പോഴും ഇരിക്കുകയാണ്. ആ നീതി അവർക്ക് കിട്ടണമെന്നും അത് കിട്ടുന്നിടം വരെയും എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നും ഈ ഒരു സമയത്ത് ഞാൻ പറയുകയാണ്. കൂടുതലൊന്നും പറയാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം ആ ഒരു വാർത്ത കാണുമ്പോൾ അത് ഒരു ചെറു കണ്ണുനീരോടെ അല്ലാതെ ആർക്കും കാണാൻ സാധിക്കില്ല. അത്രയും വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. ആ അമ്മയുടെ കണ്ണുനീര് കാണുമ്പോൾ, ആ അവതാരകയുടെ വിഷമം കാണുമ്പോൾ അത് കാണുന്ന ജനങ്ങളുടെ മനസ്സ് വിങ്ങി പൊട്ടുകയാണ്. കാരണം നമ്മുടെ കുടുംബത്തിൽ ഒരു സഹോദരന് സംഭവിച്ചൊരു വിഷമം പോലെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ പോലെയാണ് നമ്മളും അത് കാണുന്നത്. ഈ പറയുന്നവന്മാർക്ക് ഈ പരിപാടി ചെയ്യാനുള്ള ധൈര്യം എവിടെ നിന്ന് വന്നു? നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയോടുള്ള ചോദ്യം ചെയ്യൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയോടുള്ള പുച്ഛം, അതാണ് ഇവന്മാരുടെ ധൈര്യം. ആ ധൈര്യത്തിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യേണ്ടത്. ഒരു മനുഷ്യനെ കൊന്നാൽ ഒരു പട്ടിയും ചോദിക്കാൻ വരില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി ചെയ്ത തന്തയില്ലായ്മ എന്ന് തന്നെ ഇതിനെ പറയാം. ഞാൻ എന്നും ഈ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് തന്തയില്ലായ്മ ആയതുകൊണ്ട് മാത്രമാണ്. ഈ CISF ഉദ്യോഗസ്ഥന് കിട്ടാവുന്നതിൽ പരം തക്കതായ ശിക്ഷ കിട്ടണമെന്നും ആ കുടുംബത്തിന് നീതി കിട്ടണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അധികം കൊണ്ടുവന്നില്ല. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്താണ് ആ കുടുംബത്തിന് സംഭവിച്ചതിനുള്ള നീതി നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതും അതിനെന്താണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പറയാനുള്ളതെന്നും നമുക്ക് കണ്ടു നോക്കാം.